ഇന്ന് നമുക്ക് പുതിയൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, പലർക്കും കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ടയർ ഒന്ന് പഞ്ചറായി. അപ്പം ഞാൻ ആദ്യം കരുതിയത് കുറച്ച് എയർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൽ പോയി മാറാമെന്നാണ്. പിന്നെ ആലോചിച്ച് എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാമല്ലോ, നമുക്ക് തന്നെത്താനെ മാറ്റി ഒന്ന് സ്റ്റെപ്പിന് ഇട്ട് വെക്കാം. എന്തായാലും ഇവൻ അവിടെ നിന്ന് എടുത്ത്. അപ്പോൾ നമ്മൾ സ്കോഡയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഉണ്ടല്ലേ, ഇപ്പം മാക്സിമം 80 km/h അത്രയും കുറച്ച് സ്പീഡ് റേറ്റുള്ള ടയറാണ് സ്റ്റെപ്പിനായിട്ട് വരുന്നത്. ഇവരുടെ ഈ സ്റ്റെപ്പിനി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചറായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത വർക്ക്ഷോപ്പ് വരെ എത്തിക്കാനുള്ള ഒരു ടയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം ഒരിക്കലും നമുക്ക് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട്, അതായത് ഇപ്പോൾ ബാക്കി കാറുകളെ പോലെ നമുക്ക് മാറ്റി ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന ടയറല്ല. അതേപോലെ പഞ്ചറാകുമ്പോൾ റിപ്ലേസ് ചെയ്യുക, എന്നിട്ട് വർക്ക്ഷോപ്പിൽ വരെ എത്തിക്കുക എന്നുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ ഇതിൻ്റെ സ്കീം. എന്തായാലും നോക്കാം ബാക്കി. പിന്നത്തെ ഒരു മേജർ, എല്ലാവർക്കും ഇതാദ്യമായിട്ട് ഇത് ചെയ്യാൻ നോക്കുന്ന ഒരു വഴിയിലൊക്കെ പെട്ടുപോവുകയാണെങ്കിൽ, ആദ്യമായിട്ട് നിങ്ങൾ തന്നെത്താൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ മുന്നിൽ വരുന്ന ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കവറായിരിക്കും, നട്ടിൻ്റെ ഒരു കവറാണ്. അപ്പോൾ ഇതെങ്ങനെ വലിച്ചൂരി എടുക്കുന്നൊരു ഡൗട്ട് എല്ലാവർക്കും കാണും. കാരണം ഇത് ആക്ച്വലി ചെറിയ പാടാണ് ഈ സാധനം ഊരുക എന്നുള്ളത്, ടൂൾസ് ഇല്ലാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്കോഡയുടെ തന്നെ ടൂൾ കിറ്റിനകത്ത് ഒരു ടൂൾ കൊടുത്തിട്ടുണ്ട്, ഈ സംഭവം. ഇത് ആക്ച്വലി യൂസ് ചെയ്ത് നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് കയറ്റി അങ്ങോട്ട് ഇടുക. ഇപ്പം തന്നെ ഈ സാധനം ലോക്ക് ആയിക്കോളും ഇതിനകത്ത്. എന്നിട്ട് നമുക്ക് ആക്ച്വലി കണ്ടോ ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ബോൾട്ട്. നമുക്കൊരു ഫസ്റ്റ് ടൈമേഴ്സിന് പറ്റാവുന്നൊരു തെറ്റാണിത്, അല്ലെങ്കിൽ പറ്റാമെന്ന് അറിയാത്തൊരു കാര്യമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ദൂരെ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ വോക്സ്വാഗൻ സ്കോഡ കാറുകളിലാണെങ്കിൽ ജാക്കി എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ മാനുവലിനകത്തൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു കട്ടിങ് പോലൊരു അടയാളം കാണാം. അപ്പോൾ അതിനോട് ചേർന്ന് അതിൻ്റെ പിറകിലായിട്ട്